എടാ ഹൾക്കെ അപ്പം എല്ലാം പറഞ്ഞല്ലോ. അപ്പം നമുക്ക് എന്തായാലും പകുതി വെച്ച് നമ്മുടെ ഈ ഒരു മിഷനിലൊന്ന് കിട്ടിയ നമ്മുടെ ഈ ഒരു പൈസ എടുക്കാമല്ലേ? എന്തോണ് 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 എടാ ഫ്രാങ്ക്ലിനെ, എനിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പൈസ ഉണ്ടാക്കിയല്ല, നിനക്ക് വേണ്ടിയിട്ടല്ല. നമ്മളിപ്പോൾ എന്തായാലും ഈ ഒരു ബാങ്ക് റോബറിങ്ങളൊക്കെ ചെയ്തുകൊണ്ടപ്പോൾ നമുക്കെന്തായാലും ഏകദേശം ഒരു $20 മില്യൺ കിട്ടി. ഈ ഒരു $20 മില്യൺ എത്ര? വെറും $5 മില്യൺ മാത്രമേ നിനക്ക് തരത്തുള്ളൂ. ബാക്കി $15 മില്യൺ ഞാൻ എടുക്കും. അതെന്ത് പരിപാടിയാടാ ഹൾക്കേ? അത് കൊള്ളാമല്ലോ. നീ ആദ്യം പറഞ്ഞാൽ നമുക്ക് രണ്ടുപേർക്ക് ഈക്വലായിട്ട് എമൗണ്ട് എടുക്കാമെന്ന്. എടാ ഫ്രാങ്ക്ലിനാ, നീ മിണ്ടാരി, അല്ലെങ്കിൽ നിന്നെ ഇപ്പോൾ എടുത്തിട്ട് അടിക്കുക കേട്ടാ. നിനക്ക് പിന്നെ ഇത്ര പവർ ഉണ്ടെങ്കിൽ പിന്നെ നീ എന്താ സ്വന്തമായിട്ട് ബാങ്ക് റോബറി ചെയ്യാത്ത? പിന്നെ എന്താ നീ എന്നെ വിളിച്ചപ്പോൾ പറഞ്ഞത് $12 മില്യൺ തരാമെന്ന്, ബാക്കി $8 മില്യൺ എടുത്തോളാന്ന്. പിന്നെ ഇങ്ങോട്ട് വന്ന സമയത്ത് നീ പറഞ്ഞ് $10 മില്യൺ തരാൻ, ബാക്കി ഞാൻ എടുക്കണം എന്ന് പറഞ്ഞു. അത് ഓക്കെയാണ്, ഞാൻ സമ്മതിച്ചു. കാരണം വെച്ചാൽ നിനക്ക് 10, എനിക്ക് 10, അപ്പോൾ 20. ഓക്കെ. അപ്പോൾ നീ ഇപ്പോൾ പറയണം $5 മില്യൺ എനിക്ക് തരുമെന്ന്. എടാ മര്യാദയ്ക്ക് വാടച്ചിരി. നീ ഇപ്പം ഇങ്ങനെ പറഞ്ഞ ശരിക്കും നിനക്ക് വെറും 2 ലക്ഷം തരത്തുള്ളൂ. എടാ നീ എൻ്റെ വായിന്നല്ല കേട്ടാ. എടാ ഹൾക്കെ, മര്യാദയ്ക്ക് നീ ഇങ്ങനെ $10 മില്യൺ എടുക്കും. നീ ആദ്യം 12 പറഞ്ഞത്, പക്ഷേ ഇപ്പം എനിക്ക് 10 മതി, കുഴപ്പമില്ല. എനിക്ക് $10 മില്യൺ മര്യാദയ്ക്ക് ഇടും. ഞാൻ കുറേ കഷ്ടപ്പെട്ടാണ് ഈ ഒരു ബാങ്ക് റോബറി ചെയ്തത്, നമ്മൾ രണ്ടുപേരും കൂടെ ചേർന്ന്. കൂടുതൽ ചെയ്തത് ഞാനാണ്. എടാ ഫ്രാങ്ക്ലിനെ, ഞാൻ നിനക്ക് ഇതിൽ നിന്ന് ഒരു ചില്ലി കാശ് ഇനി തരില്ല കേട്ടാ. നീ വേണമെങ്കിൽ ഈ 2 ലക്ഷം എടുത്തുകൊണ്ട് പോയാൽ മതി, അല്ലെങ്കിൽ ഞാൻ ഇതും കൂടെ അങ്ങ് എടുത്തോണ്ട് പോകും. എടാ ഹൾക്കെ, നിനക്ക് ഞാൻ ആരാണെന്ന് അറിയണം കേട്ടാ. എടാ ഫ്രാങ്ക്ലിനെ, നീ ഇപ്പോൾ മിണ്ടായിരുന്ന നിൻ്റെ വണ്ടിയോടെ നിന്നെ എടുത്തിട്ട് അടിക്കുക കേട്ടാ. ഹൾക്കെ, മര്യാദയ്ക്ക് എനിക്ക് $10 മില്യൺ നീ തരൂലല്ലേടാ. എടാ ഫ്രാങ്ക്ലിൻ, ആ പൈസയ്ക്ക് താടാ, പോടാ അവിടെ നിന്ന്. ഇനി ഈ ഫുൾ ക്യാഷ് എനിക്ക്. നിനക്ക് ഭയങ്കര അഹങ്കാരമാണല്ലേ. ഇനി നീ സ്വന്തമായിട്ട് തന്നെ എങ്ങനെയെങ്കിലുമൊക്കെ ഉണ്ടാക്കിയാൽ മതി. ഈ ഒരു $20 മില്യൺ ഞാൻ എടുക്കണേ. നിനക്ക് ഇനി ഇതിന് ഒരു ചില്ലി കാശുകളും തരൂല. അല്ല പിന്നെ ഗൈസ്, നമ്മളെന്തായാലും മര്യാദയ്ക്ക് $10 മില്യൺ അവന് കൊടുക്കുമായിരുന്നു. ഓക്കെ. പക്ഷെ അത് അവന് വേണ്ടത്, അവന് മൊത്തം പൈസ വേണമെന്ന്. അത് മാത്രമല്ല, അവ ആദ്യം പറഞ്ഞതെന്ന് വെച്ചാൽ ഗൈസ് $12 മില്യൺ എനിക്ക് തരാമെന്നാണ് അവൻ ആദ്യം പറഞ്ഞത്. ഓക്കെ. ഈ ഒരു ബാങ്ക് റോബറിൽ ഏറ്റവും കൂടുതൽ ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ ഞാനാണ്. ഓക്കെ. കൂടുതൽ പ്ലാനിട്ട് എല്ലാം സെറ്റിലാക്കി ഞാനാണ്. ഓക്കെ. അതേപോലെ ഞാനാണ് ഏറ്റവും കൂടുതൽ സെറ്റ് ചെയ്ത് വെച്ചത്. ഈ ആൾക്ക് പൈസ എല്ലാം കോരി എടുത്തതേ ഉള്ളൂ. ഓക്കെ. അതിനവന് ഞാൻ $10 മില്യൺ കൊടുക്കാമെന്ന് ഉദ്ദേശിച്ചാണ്. പക്ഷെ അവൻ സമ്മതിച്ചില്ല. ഓക്കെ. അതുകൊണ്ട് ഞാൻ നൈസായിട്ട് അങ്ങ് ഫുൾ ക്യാഷ് അങ്ങ് എടുത്തു കേട്ടെ. ഞാൻ എന്തായാലും ഇവിടെ ഇപ്പോൾ നമ്മുടെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. അത് കൊള്ളില്ലല്ലോ. ഓക്കെ. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്തിട്ട് നമുക്ക് $10 മില്യൺ വേണം കേസ്. ഓക്കെ. നമുക്ക് ഈ $10 മില്യൺ വെച്ച് അങ്ങ് അടിച്ച് പൊളിക്കാം കേസ്. ഓക്കെ. എനിക്കെന്തായാലും അല്ലെങ്കിൽ കുറച്ച് പൈസയുടെ അത്യാവശ്യം ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ്. ഓക്കെ. നമുക്കപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു BMW കണക്ക് നമുക്ക് എന്തായാലും ഇവിടെ എന്തായാലും പാർക്ക് ചെയ്ത് എന്തായാലും ഇടാൻ കേട്ടോ. നമ്മുടെ ഈ ഒരു ഗ്യാരേജിൻ്റെ അത് നമുക്ക് എന്തായാലും ഈ BMW ഇവിടെ ഇടാൻ കഴിയും. ഈ ബാഗ് നിറയെ $20 മില്യൺ കേട്ടോ. ഇതിൽ നിന്ന് ഞാൻ ഒരു പൈസ പോലും അവന് കൊടുക്കൂല. ഇതൊക്കെ അവൻ എന്ത് ചെയ്താലും. ഓക്കെ. നമുക്കപ്പോൾ ഇതൊക്കെ വെച്ച് എന്തായാലും അടിച്ച് പൊളിച്ചെന്തായാലും ജീവിക്കാം കേസ്. എടാ ഷിൻചാനെ, പിങ്ചാനെ, ഗ്രാനിയെ, ടൈഗറെ, എന്ത് ഫ്രാങ്ക്ലിൻ ചേട്ടാ? എന്ത് ഫ്രാങ്ക്ലിൻ ചേട്ടാ? എന്ത്? ഐ സി യു ഫ്രാങ്ക്ലിൻ മോനെ. എന്ത് ഫ്രാങ്ക്ലിനെ, എന്താ വിളിച്ചത്? എടാ നമുക്കിനി എല്ലാവർക്കും ഇല്ല അടിച്ച് പൊളിച്ച് ജീവിക്കാം കേട്ടാ. ഞാൻ ഹൾക്ക് കൂടെ ഇപ്പോൾ എന്തായാലും ഒരു ബാങ്ക് റോബർ ചെയ്ത് ഒരു $20 മില്യൺ ഉണ്ടാക്കി. $20 മില്യൺ ഫ്രാങ്ക്ലിൻ ചേട്ടാ? അത് പൊളിച്ചിട്ട് എന്തായാലും ഉണ്ട് കേട്ടാ. നമുക്കിനി അപ്പോൾ അടിച്ച് പൊളിക്കാം. ആടാ ഷിൻചാനാ, നീ പറഞ്ഞത് ശരിയാണ്. ഒരു കാര്യം ചെയ്യും, ഞാനിപ്പോൾ കുറച്ചു നേരം ഒന്ന് കിടന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ക്ഷീണം ഉണ്ടാ. ഫ്രാങ്ക്ലിൻ ചേട്ടൻ കുറച്ചു നേരം കിടന്നു, എന്നിട്ട് നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും നമുക്ക് ഇങ്ങോട്ടെങ്കിലും കറങ്ങാൻ പോവാം. ആടാ ഷിൻചാനാ, നീ പറഞ്ഞത് ശരിയാണ്. ഞാനിപ്പോൾ കുറച്ചു നേരം ഒന്ന് പോയി കിടന്ന് ഉറങ്ങട്ടെ കേട്ടോ. എനിക്ക് ഭയങ്കര ക്ഷീണം. ഫ്രാങ്ക്ലിൻ ചേട്ടാ. എന്നാലും ഗേൾസ്, ആ ഫ്രാങ്ക്ലിൻ എന്ത് മൊടയാണല്ലേ ഗേൾസ്. ഒക്കെ. നമ്മുടെ കയ്യിലുണ്ടായിരുന്ന എല്ലാ പൈസയും പോയി ഗേൾസ്. ഒക്കെ. ഞാൻ എൻ്റെ ആവശ്യത്തിനാണ് പൈസ ഉണ്ടാക്കിയെന്ന് വെച്ചാൽ. ഓക്കെ. പക്ഷെ എൻ്റെ പോന്നെ അവന് മര്യാദയ്ക്ക് $10 മില്യൺ കൊടുത്താൽ മതിയായിരുന്നു ഗൈസ്. ഓക്കെ. ഞാനാണെങ്കിൽ ആദ്യം 12 കൊടുക്കാൻ തുടങ്ങി, എന്നിട്ട് 10 കൊടുത്തുള്ളൂ. പക്ഷെ അത് അവൻ വാങ്ങിക്കാൻ തയ്യാറായിരുന്നു ഗൈസ്. ഓക്കെ. പക്ഷേ ഞാൻ അതിൽ നിന്ന് ഒരു 5 കൂടെ കുറച്ച് ഗൈസ്. ഓക്കെ. കാരണം എനിക്കാണെങ്കിൽ ഇപ്പോൾ ഇഷ്ടം പോലെ പൈസയുടെ അത്യാവശ്യം ഉണ്ട് ഗൈസ്. ഓക്കെ. ഞാനാണ് ഒരു അടിപൊളിയായിട്ടുള്ള ഒരു കിടുക്കാച്ചായിട്ടുള്ള ഒരു പച്ച കളർ കാറുകളൊക്കെ എന്തായാലും ബുക്ക് ചെയ്ത് എന്തായാലും വെച്ചിരിക്കുകയാണ് കേസ്. ഓക്കെ. അത് ഏതാണ് വണ്ടിയെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ കേസ്. ഓക്കെ. ആ വണ്ടികളൊക്കെ വാങ്ങിക്കണമെങ്കിൽ $50 മില്യൺ വേണം കേസ്. ഓക്കെ. ഇപ്പം എൻ്റെ കയ്യിൽ ഒരു $30 മില്യൺ ഉണ്ട് കേസ്. ഓക്കെ. ഇനി എന്തായാലും ഒരു $20 മില്യൺ കൂടെ വേണം കേസ്. ഓക്കെ. അതുകൊണ്ടാണ് ഞാൻ എന്തായാലും അവൻ്റെ കൂടെയും കൂടെ ചേർന്ന് ഇങ്ങനെ ഒരു ബാങ്ക് റോബറി ചെയ്തതെന്ന് വെച്ചാൽ. ഓക്കെ. അതിപ്പോൾ ഈ അവസ്ഥയിലായി കേസ്. ഓക്കെ. എന്തായാലും ഇന്ന് അവനെ വെറുതെ വിടില്ല കേസ്. ഞാൻ ആരാണെന്ന് ഞാൻ അവന് കാണിച്ചു കൊടുക്കും കേസ്. ഓക്കെ. ഇയാൾ നേരത്തെ അവനെ കൂടെ വിളിക്കാൻ തോന്നിയത്. ഓക്കെ. ഞാൻ എന്തായാലും ഈ വണ്ടി ഉൾപ്പെടെ എല്ലാം അവൻ്റെ വീട്ടിൽ ഇടിച്ചു കയറ്റി എല്ലാം അടിച്ച് നശിപ്പിച്ച്
ദാമണക്കല്ലാക്കി അവൻ്റെ കയ്യിലുണ്ടായിരുന്ന പൈസ എല്ലാം എടുക്കാൻ പോവുകയാണ് കേസൊക്കെ. അതൊക്കെ പിന്നെ അത്രേ ഉള്ളൂ കേസൊക്കെ. നമുക്ക് എന്തായാലും എല്ലാത്തിനും അങ്ങ് അടിച്ചങ്ങ് നശിപ്പിക്കാം കേസൊക്കെ. അതിന് മുമ്പായിട്ടില്ല നമ്മുടെ ഈ ഒരു ലംബോർഗിനി കണക്കെയല്ല, നമുക്ക് എന്തായാലും നൈസായിട്ട് ഇവിടെ എന്തായാലും സേഫാക്കി എന്തായാലും വെക്കാട്ടെ. ഈ വണ്ടി ഇനിയിപ്പോൾ നശിച്ച് പോകണമെങ്കിൽ അതുകൊണ്ടാണ് ഓക്കെ. നമുക്കപ്പോൾ ഈ വണ്ടി ഇവിടെ സേഫായിട്ട് തന്നെ വെക്കാം കേസ്. എന്നിട്ട് നമുക്ക് എന്തായാലും ഫ്രാങ്ക്ലിൻ്റെ വീട് നശിപ്പിക്കാം ഓക്കെ. ഇന്ന് കേസ് ഫ്രാങ്ക്ലിൻ്റെ കാര്യത്തിൽ തീരുമാനമാകും കേട്ടോ. അത് മാത്രമല്ല അവൻ്റെ വണ്ടികളുടെ കാര്യത്തിലൊരു തീരുമാനമാകും കേട്ടോ. ഞാൻ എല്ലാത്തിനും അങ്ങ് അടിച്ച് നശിപ്പിക്കാൻ പോകണമല്ലോ ഓക്കെ. ഐ സി യു ഹൾക്ക് മോനെ എന്തിനാണ് ഞങ്ങളുടെ വണ്ടികളെല്ലാം അടിച്ചിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീക്കിടറ. എടി ഗ്രാനി, നിന്റെ ഒരുത്തം ഉണ്ടായിരുന്നല്ലോ ഒരു ഫ്രാങ്ക്ലിൻ എന്നൊരുത്തം, അവ എവിടെയടി? അയ്യോ ഹൾക്ക് മോനെ വണ്ടിയൊന്നും നശിപ്പിക്കല്ലേ. ഫ്രാങ്ക്ലിൻ മോൻ കുറെ ആഗ്രഹിച്ച് വാങ്ങിച്ച വണ്ടിയാണ്. ആഗ്രഹിച്ച് വാങ്ങിച്ചെങ്കിൽ അതിന്റെ കാര്യത്തിലൊക്കെ ഒരു തീരുമാനമായെന്ന് അവൻ്റെ അടുത്ത് ചെന്ന് പറ. ഐ സി യു മോനെ ഹൾക്ക്, അതൊന്നും നശിപ്പിക്കല്ലേ മോനെ. പാവ ഫ്രാങ്ക്ലിൻ മോൻ കുറെ ആഗ്രഹിച്ച് വാങ്ങിച്ചാണ്. എന്റെ പൊന്ന് ഹൾക്ക് മാമ എന്തിനാ ഇവിടെ വന്നത്? എടാ ഷിൻജോനെ, നിന്റെ ഫ്രാങ്ക്ലിൻ ചേട്ട എവിടെയാടാ? ആ ചെറ്റ എവിടെയാടാ ചെറ്റ? ഇന്ന് അവന്റെ കാര്യത്തിൽ തീരുമാനമാവില്ല, എല്ലാവരും നശിപ്പിക്കുക. അയ്യോ എന്റെ പൊന്നെ, ഡിഫൻഡറൊക്കെ പറത്തി അപ്പുറത്തെ വിളയക്കളയല്ലോ. എന്റെ പൊന്നെ ഹൾക്ക് മാമ, നിങ്ങൾ ഇതെല്ലാം നശിപ്പിക്കണ? എടാ ഷിൻജോനെ, നിന്റെ ഫ്രാങ്ക്ലിൻ ചേട്ട എന്നെ പറ്റിച്ചടാ. അയ്യോ അതൊന്നും ഇങ്ങനെയൊന്നും ചെയ്യല്ലേ ഫ്രാങ്ക്ലിൻ ചേട്ടാ. അയ്യോ ഫ്രാങ്ക്ലിൻ ചേട്ടാ, അയ്യോ പാവം ഫ്രാങ്ക്ലിൻ ചേട്ടാ, കുറെ കഷ്ടപ്പെട്ട് വാങ്ങിച്ച വണ്ടികള്. എടാ ഷിൻജാനെ, പിഞ്ചാനെ, ടൈഗറെ, ഗ്രാനിയെ, നിന്റെയൊക്കെ ഫ്രാങ്ക്ലിൻ ചേട്ടനോടെ ചെന്ന് പറ ആ പൈസ മര്യാദയ്ക്ക് എനിക്ക് തിരിച്ചരേ. അയ്യോ ഫ്രാങ്ക്ലിൻ ചേട്ടാ പൈസ തിരിച്ചരൂല. ഹൾക്ക് ചേട്ടാ മര്യാദയ്ക്ക് ഇപ്പൊ പോവാൻ നോക്ക്. എടാ ഷിൻജോനെ, ഇന്ന് നിന്റെ കാര്യത്തിൽ തീർന്നു കേട്ടാ. അയ്യോ ഹൾക്ക് മാമ എന്നൊന്നും ചെയ്യല്ലേ. അയ്യോ എന്നെ കൊല്ലല്ലേ. ഇന്ന് നിന്റെ കാര്യത്തിലോ തീരുമാനം, ഫ്രാങ്ക്ലിൻ്റെ കാര്യത്തിലോ തീരുമാനം, പിഞ്ചാൻ്റെ കാര്യത്തിലോ തീരുമാനം, ഗ്രാനിയുടെ ടൈഗറിനെ എല്ലാത്തിൻ്റെ കാര്യത്തിൽ തീരുമാനം. എടാ ഫ്രാങ്ക്ലിനെ, ഇന്ന് നിന്റെ കാര്യത്തിലോ തീരുമാനമാവൂടാ. എൻ്റെ ഫ്രാങ്ക്ലിനെ നിനക്ക് അടിക്കണമല്ലോടാ. ഞാൻ ആരാണെന്ന് അറിയണോ? ഞാൻ ടൈഗറാണ് ടൈഗർ. ഞാൻ എല്ലാത്തിനെയും കടിച്ച് കീറും. എടാ പോടാ പട്ടി. എടാ നീ എന്നെ പട്ടിയെന്ന് വിളിച്ചാ? എന്നെ പട്ടിയെന്ന് വിളിക്കണ എനിക്ക് ഇഷ്ടമേ അല്ല. ഞാനൊരു സാധാരണ ഒരു പട്ടികളെ, ഞാൻ ടാലൻ്റുള്ള പട്ടിയാണ്. നീ എന്നെ പട്ടിയെന്ന് വിളിച്ചല്ലേടാ. ഇന്ന് നിന്റെ കാര്യത്തിൽ തീരുമാനം അവിടെ. നീ പോടാ അവിടെ നിന്ന്. അല്ല പിന്നെ എവിടെ ഇപ്പം എന്തായാലും കേസ് മുഴുവൻ പൈസ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ശരി ബൈ. ഇത് എണീക്കുമ്പോൾ അവനോട് ചെന്ന് പറയണേ. എന്നിട്ട് അവൻ്റെയൊക്കെ അവൻ എൻ്റെ കൂടെ ചെയ്ത കാര്യത്തിനൊക്കെ സോറി പറ. അല്ലെങ്കിൽ അവൻ്റെ കാര്യത്തിൽ തീരുമാനമാവട്ടെ. അയ്യോ ഞങ്ങളെയൊന്നും ചെയ്യല്ലേ, ഞങ്ങളുടെ എല്ലാ വണ്ടി എല്ലാം പോയേ. അയ്യോ എടി ഗ്രാനി വാടച്ചിരടി. അല്ല പിന്നെ ഓക്കെ, നമുക്കങ്ങനെ നമ്മുടെ പൈസ തിരിച്ചു കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ $20 മില്യൺ നമുക്ക് തിരിച്ചു കിട്ടിയിട്ടുണ്ട് കേട്ടോ. എന്തായാലും നമുക്കെന്നാലും ഇത് വെച്ച് ഇനി ആ കാർ വാങ്ങിക്കാൻ കേസ് ഓക്കെ. ഈ ഒരു ലംബോർഗിനികളൊക്കെ എൻ്റെ പഴയ വണ്ടിയാണ് കേട്ടോ. ഇതിപ്പോൾ ഇടിച്ചതിൻ്റെ ഫ്രണ്ടെല്ലാം പൊളിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഈ വണ്ടികളൊക്കെ ഞാൻ എന്നാലും വിൽക്കാൻ പോവാണ് കേട്ടോ. നമുക്കപ്പോൾ ഈ ഒരു വണ്ടി കൊണ്ട് ഓടിച്ചെന്നാലും പോകട്ടെ. നമ്മുടെ ഏതാണ് ലോസ് ആൻഡോസിലുള്ള ഒരു കാർ ഷോറൂമിലാണ് ആ വണ്ടി പറഞ്ഞു വെച്ചാൽ. ഈ ഷോറൂമൊന്നല്ല ഓക്കെ. നമുക്കിപ്പോൾ നേരെ എന്നാലും ലോസ് ആൻഡോസിലുള്ള ആ ഒരു ഷോറൂമിലോട്ട് എന്നാലും ഈ ഒരു വണ്ടി കൊണ്ട് എന്നാലും കത്തിച്ചെന്നാലും വിടാം ഓക്കെ. അയ്യോ ഗൈസ്, ഇവിടെ ഇപ്പം എന്തൊക്കെയാണ് ഈ സംഭവിച്ചത് ഗൈസ് ഓക്കെ? വെളിയിൽ എന്തൊക്കെയോ പൊട്ടിത്തെറിയ കേട്ടല്ലോ. ദൈവമേ, ഇനി ഹൾക്കെല്ലാം ചെയ്താൽ എനിക്കറിഞ്ഞൂടെ കേസൊക്കെ. നമുക്കൊന്നാലും വെളിയിൽ ചെന്ന് നോക്കി നോക്കാം. എടാ ഷിൻജാനെ, പിഞ്ചാനെ, ടൈഗറെ, ഗ്രാനി എന്തെങ്കിലും സംഭവിച്ചേടാ? അയ്യോ ഫ്രാങ്ക്ലിൻ ചേട്ടാ, ഒന്നും പറയണ്ട ഫ്രാങ്ക്ലിൻ ചേട്ടാ. അങ്ങോട്ട് മാറിക്ക് ഫ്രാങ്ക്ലിൻ ചേട്ടാ. കുറച്ച് നേരത്തെ മുമ്പ് ഇവിടെ ഹൾക്കൊന്നും ഇവിടെ മൊത്തത്തിൽ അടിച്ച് പൊട്ടിച്ച് അലുമ്പാക്കി നമ്മുടെ വണ്ടികളെല്ലാം ഹൾക്ക് കത്തിച്ചളഞ്ഞ്. വണ്ടികളെല്ലാം കത്തിച്ചളഞ്ഞ്. ആ ഫ്രാങ്ക്ലിൻ ചേട്ടൻ ചെന്ന് വെളിയിൽ ചെന്ന് നോക്കി നോക്ക്. അത് മാത്രമല്ല, ഫ്രാങ്ക്ലിൻ ചേട്ടൻ എടുത്തിട്ട് അടിച്ചിട്ട് ചേട്ടൻ്റെ ബാഗ് മൊത്തം എടുത്തോണ്ടേ. എന്നിട്ട് ഫ്രാങ്ക്ലിൻ ചേട്ടൻ സുഖമായിട്ട് കിടന്ന് ഉറങ്ങണായിരുന്നു. ഫ്രാങ്ക്ലിൻ ചേട്ടൻ അത്രയ്ക്ക് അറിഞ്ഞൂടെ? എടാ ഷിൻചേട്ടൻ, ഞാൻ അറിഞ്ഞതുപോലുമില്ല. ഞാൻ എണീറ്റപ്പോഴാണ് എൻ്റെ കയ്യിലുണ്ടായിരുന്ന ബാഗ് കാണാനില്ല. അതുകൊണ്ട് അവൻ മുങ്ങിക്കളഞ്ഞ്. എന്നാലും എൻ്റെ ഷിൻജാൻ എന്ത് കഷ്ടമാണ്. ഈ ഹൾക്കിന് എന്തിൻ്റെ കേടാണ്? എടാ ഷിൻജാൻ, ഇതെന്തടാ? അയ്യോ ഫ്രാങ്ക്ലിൻ ചേട്ടൻ, നമ്മുടെ എല്ലാ വണ്ടി ഹൾക്ക് കത്തിച്ചളഞ്ഞല്ലേ. ആടാ ഷിൻജാനെ, പിഞ്ചാനെ, നമ്മുടെ ബൈക്ക് കത്തിച്ചളഞ്ഞ്, നമ്മുടെ R15 ഡിഫൻഡർ കത്തിച്ചളഞ്ഞ്, പിന്നെ BMW കത്തിച്ചളഞ്ഞ്. ഈ ഹൾക്ക് എന്നാൽ എന്ത് പരിപാടിയല്ലടാ കാണിച്ചത്. ആ ഫ്രാങ്ക്ലിൻ ചേട്ടാ, നമ്മുടെ എല്ലാ വണ്ടിയും അവൻ കത്തിച്ചളഞ്ഞ്. ആടാ ഷിൻജാനെ, നമ്മുടെ കയ്യിലാണ് ഇപ്പോൾ ഒരു വണ്ടി പോലും ഇല്ല. ആ ഫ്രാങ്ക്ലിൻ ചേട്ടാ ഇതിന് പകരം പ്രതികാരം ചെയ്യണം. ആടാ ഷിൻജാന, നീ പറഞ്ഞത് ശരിയാണ്. ഇതിന് പകരം ഞാൻ എന്തായാലും ഹൾക്കിനോട് പ്രതികാരം ചെയ്യും.
ഫ്രാങ്ക്ലിൻ ചേട്ടാ ഇപ്പൊ എന്താണ് ചെയ്യാൻ ചേട്ടാ? ഡ്രസ്സൊക്കെ മാറി ചേട്ടന്റെ പവർഫുൾ സ്യൂട്ടൊക്കെ എടുത്തിട്ടല്ലോ. ആടാ ഷിഞ്ചനാ, നീ പറഞ്ഞ ശരിയാണടാ. എൻ്റെ ഈ പവർഫുൾ സ്യൂട്ടൊക്കെ എടുത്തിട്ട് നൈസായിട്ട് ഇട്ടേട്ടാ. ഈ സ്യൂട്ട് കണക്ക് എനിക്ക് ഇട്ട് കഴിഞ്ഞാൽ എനിക്കാണെങ്കിൽ കണ്ടത് ഇതേപോലെ നമ്മുടെ സ്പൈഡർമാനെ പോലെ ഉണ്ട്. എനിക്ക് പറക്കാൻ പറ്റും, അതേപോലെ എനിക്ക് നല്ല പവർഫുള്ളായിട്ട് ഇടിച്ച് കമത്തി കളയാൻ പറ്റും കേട്ടാ. ഈ സ്യൂട്ട് ആദ്യമേ ഇട്ടിരുന്നെങ്കിൽ എൻ്റെ വണ്ടികളൊന്നും പോകില്ലായിരുന്നു കേട്ടാ. എന്നാലും ആ ഹൾക്കിനിട്ട് എന്തായാലും 8ന്റെ പണി കൊടുക്കുക കേട്ടാ. അവന് ഞാൻ ആരാണെന്ന് അറിയണം കേട്ടാ. ഫ്രാങ്ക്ലിൻ ചേട്ടൻ എന്തിനാ എൻ്റെ വീടിൻ്റെ മണ്ടയ്ക്കൂടെ പറക്കണ? എടാ ഷിഞ്ചാനെ, ഞാനാണെങ്കിൽ ഈ ഒരു സ്യൂട്ട് കണക്കെ എടുത്ത സമയത്താണെങ്കിൽ ഈ സ്യൂട്ടിൻ്റെ കൂടെ തന്നെ എനിക്കാണെങ്കിൽ ഒരു അടിപൊളി പവർഫുൾ ബൈക്കുകളൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതെന്ന് വെച്ചാൽ ഒരു സെഡക്സ് ടെണ്ണറാണ് കേട്ടോ. നമ്മുടെ കവാസാക്കി നിഞ്ചയുടെ സെഡക്സ് ടെണ്ണർ. ഓക്കെ, ആ സെഡക്സ് ടെണ്ണർ കൊണ്ടാണ് ഞാൻ പോകണം. ഓക്കെ, ആ പൊട്ട ഹൾക്കില്ലേ ആ കിഴങ്ങ, ഓക്കെ, അത് പൊട്ടിച്ചളങ്ങില്ലായിരുന്നു കേട്ടോ. ഇതാണ് ആ സെഡക്സ് ടെണ്ണർ. ഇത് സാധാരണ ഒരു സെഡക്സ് ടെണ്ണർ അല്ല കേട്ടോ. ഇത് പവർഫുൾ ആയിട്ടുള്ള ഒരു കിടിലെ സെഡക്സ് ടെണ്ണറാണ്. ഓക്കെ, നമുക്ക് എന്തായാലും ഈ ഒരു സെഡക്സ് ടെണ്ണറുകളൊക്കെ നൈസർ അങ്ങ് എടുക്കാൻ കേസ്. ഓക്കെ, എന്നിട്ട് നമുക്ക് ഇതും കൊണ്ട് എന്തായാലും പെടച്ചെന്നാലും വിടാം. ഓക്കെ ഇവിടെ ഇപ്പം എന്തായാലും കേസ് ഞാൻ എന്തായാലും എൻ്റെ സെഡക്സ് ടെണ്ണറും കൊണ്ട് എന്തായാലും കത്തിച്ചെന്നാലും വിട്ടോണ്ടിരിക്കണം കേട്ടോ. നമ്മളെന്തായാലും വീട്ടിൽ നിന്ന് എന്തായാലും കത്തിച്ചെന്നാലും നമ്മുടെ ഈ ഒരു സെഡക്സ് ടെണ്ണർ കൊണ്ട് എന്തായാലും വന്നിട്ടുണ്ട് കേട്ടോ. ഇന്നെന്തായാലും കേസ് ഹൾക്കിൻ്റെ കാര്യത്തിൽ തീരുമാനമാവും കേട്ടോ. ഇന്നത്തോടെ അവൻ്റെ ചാപ്റ്റർ ഇവിടെ വെച്ച് തന്നെ ക്ലോസിങ് കേസ്. അവൻ എൻ്റെ വണ്ടികളൊക്കെ അടിച്ച് നശിപ്പിച്ചേക്കണം. ഓക്കെ, ഇന്ന് എന്തായാലും അവനെ കൊല്ലും കേസ്. ഓക്കെ, അവൻ എന്തായാലും പുതിയതായിട്ട് എന്തായാലും ഒരു ലംബോർഗിനിയുടെ ഏതോ ഒരു കാർ എടുക്കാൻ, അങ്ങനെ ഏതൊക്കെ ഒരു സൂപ്പർ കാർ അങ്ങനെ എന്തൊക്കെയോ എടുക്കാനെന്ന് പറഞ്ഞാണ് അവൻ എന്തായാലും പൈസ വേണ്ടിയിട്ട് എന്തായാലും എന്നെ എന്തായാലും വിളിച്ചതെന്ന് വെച്ചാൽ. ഓക്കെ, ഇനി എന്തായാലും കേസ് ആ ഒരു വണ്ടി അവനെ എടുക്കാൻ പോലും പറ്റില്ല. ഇതെന്താണ് വണ്ടിയുടെ ടയറോടെ സ്റ്റക്കായില്ല, അത് കുഴപ്പമില്ല. നമുക്ക് എന്തായാലും ഈ വണ്ടി എന്തായാലും ഇവിടെ എന്തായാലും എടുത്തിട്ട് നമുക്ക് എന്തായാലും കത്തിച്ചെന്നാലും വിടാം കേട്ടോ. നമ്മളെന്തായാലും ലെസ്റ്ററിൻ്റെ അടുത്ത് എന്തായാലും ലൊക്കേഷനുകളൊക്കെ ട്രാക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഹൾക്കുകളൊക്കെ ഇപ്പോൾ എങ്ങോട്ടാണ് പോകണേന്നൊക്കെ നമുക്ക് എന്തായാലും അങ്ങോട്ട് എന്തായാലും പോകാം കേസ്. ഓക്കെ, അല്ലെങ്കിൽ വേണ്ട കേസ്, നമ്മുടെ ഈ ഒരു ബൈക്കില്ല, ഈ ഒരു ബൈക്ക് നമുക്ക് ഇവിടെ ഇട്ടിരിക്കാം കേസ്. ഓക്കെ, ഇവിടെ നമ്മുടെ ബൈക്ക് അടിപൊളി, നമ്മുടെ ബൈക്ക് കണ്ട തെറിച്ചങ്ങ് വീണ കേസ്. ഓക്കെ, നമ്മുടെ ഈ ഒരു ബൈക്കില്ല, ബൈക്ക് ഇവിടെ ഇട്ടിരിക്കാം കേസ്. എന്നിട്ട് നമുക്ക് എന്തായാലും പറന്നെന്തായാലും പോകാം. കാരണം വെച്ചാൽ നമ്മൾ ഈ ബൈക്കും കൊണ്ട് പോയി കഴിഞ്ഞാൽ ഈ ബൈക്ക് ഡാമേജ് ആവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. നമുക്കൊരു കാര്യം, നമുക്ക് എന്തായാലും കുറച്ച് ദൂരം എന്തായാലും ഈ ബൈക്ക് കൊണ്ട് എന്തായാലും പോകട്ടെ. ആദ്യം വിചാരിച്ച ബൈക്ക് അവിടെ ഇട്ടിട്ട് പോകാമെന്നാണ്, എന്നിട്ട് നമുക്ക് പറന്നു പോകാമെന്നാണ് ഞാൻ വിചാരിച്ചത് എന്തായാലും. ഓക്കെ കേസ്, നമുക്ക് എന്തായാലും നമ്മുടെ ഏതാണ് ഹൾക്കിൻ്റെ ലൊക്കേഷനുകളൊക്കെ കിട്ടിയ കാണാം കേട്ടോ. നമുക്ക് എന്തായാലും ഈ ഒരു ബൈക്ക് കൊണ്ട് എന്തായാലും കത്തിച്ചെന്നാലും വിടാം കേട്ടോ. അവ എന്തായാലും കത്തിച്ചെന്നാലും വിട്ടോണ്ടിരിക്കുകയാണ്. ഓക്കെ, നീ ഏത് ദൂരത്ത് പോയി ഒളിച്ചിരുന്നാലും ഈ ഫ്രാങ്ക്ലിൻ തന്നെ വിടൂലടാ ഹൾക്കി. ഓക്കെ, നമുക്ക് എന്തായാലും ഇപ്പോൾ ഒരു കാര്യം ചെയ്യാം, നമുക്ക് എന്തായാലും ഇല്ല നമ്മുടെ വണ്ടി നമുക്ക് എന്തായാലും നൈസായിട്ട് എന്തായാലും ഇറങ്ങി ചാടാൻ കേസ്. ഓക്കെ, എന്നിട്ട് നമുക്ക് എന്തായാലും നേരെ എന്തായാലും പറന്ന് എന്തായാലും നമുക്ക് ഹൾക്കിനെ പിടിക്കാൻ പോകട്ടെ. ഹൾക്കിന് മനസ്സിലായിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ, നമ്മളാണ് ഇവൻ്റെ പുറകിൽ നോക്കി. ഇവ എന്തായാലും ഓഫ് റോഡൊക്കെ പിടിച്ചെന്തായാലും പോവേണം കേട്ടോ. നമുക്ക് എന്തായാലും നൈസായിട്ട് എന്തായാലും ഈ വണ്ടിയിൽ നിന്ന് എന്തായാലും ഇറങ്ങി എന്തായാലും ചാടാൻ കേസ്. ഓക്കെ, എന്നിട്ട് നമുക്ക് എന്തായാലും ഇനി എന്തായാലും എന്തായാലും പോകട്ടെ. എടാ മോനെ ഹൾക്കേ, ഇന്ന് നിൻ്റെ കാര്യത്തിലൊരു തീരുമാനമായടാ. ഓക്കെ, അപ്പോൾ നമുക്കെന്തായാലും നമ്മളാരാണെന്ന് അവനെന്തായാലും കാണിച്ചു കൊടുക്കണം കേസ്. ഓക്കെ, അവ എന്തായാലും നമ്മുടെ എല്ലാം നശിപ്പിച്ചാണ് കേസ്. ഓക്കെ, നമുക്ക് എന്തായാലും റോക്കറ്റ് ലോഞ്ചറും കൂടെ കയ്യിൽ എന്തായാലും പിടിച്ചിരിക്കുകയാണ് കേസ്. ഓക്കെ, അവൻ്റെ വണ്ടി എല്ലാം നശിപ്പിക്കണം കേസ്. ഓക്കെ, നമുക്കപ്പോൾ എന്തായാലും ചാടി എന്തായാലും പോകാം കേസ്. എന്നിട്ട് എന്തായാലും അവൻ്റെ പുറകിൽ എന്തായാലും പോയിട്ട് അവനായിട്ട് എന്തായാലും ഇടിച്ച് പൊളിക്കാം കേസ്. ഓക്കെ ഇവിടെ ഇപ്പോൾ എന്തായാലും നമ്മളെന്തായാലും ഹൾക്കിൻ്റെ വണ്ടികളൊക്കെ കണ്ടുപിടിച്ചേക്കാണ് കേട്ടോ. എന്തായാലും അവൻ എന്തായാലും കത്തിച്ച് എന്തായാലും വിട്ടോണ്ടിരിക്കണം കേട്ടോ. ആ കാണുന്ന പച്ച കളർ ലംബോർഗിനി വെനേനാണ് കേസ് അവൻ്റെ വണ്ടി എന്ന് പറഞ്ഞു. ഓക്കെ, ഇന്നെന്തായാലും അവൻ്റെ വണ്ടിയുടെ കാര്യത്തിൽ തീരുമാനം, അവൻ്റെ കാര്യത്തിൽ തീരുമാനമാകും കേസ്. ഓക്കെ, എൻ്റെ മോനെ കേസ് നമ്മളങ്ങനെ ഹൾക്കിൻ്റെ കാറിനെ അങ്ങനെ കത്തിച്ചേക്കാണ് കേസ്. ഓക്കെ, ആ ഒരു കാറിനോടെ പിന്നെ പൈസ ഇവിടെ ഇല്ലാതായി പോയാൽ ഓക്കെ, എന്തായാലും ആ പൈസ എന്തായാലും നമുക്ക് വേണമെന്ന് എന്തായാലും ഉണ്ട്. ഓക്കെ, നമുക്ക് എന്തായാലും അവൻ്റെ അടുത്ത് എന്തായാലും പോകാം. എടാ ഫ്രാങ്ക്ലിനെ, നീ എൻ്റെ ലംബോർഗിനി നശിപ്പിച്ചല്ലേടാ, ഒന്ന് പോടാ അവിടെ നിന്ന്. നിനക്കിപ്പോൾ എൻ്റെ പൈസ മര്യാദയ്ക്ക് തിരിച്ചു തന്നാൽ നിനക്ക് രക്ഷപ്പെടാം. എടാ ഫ്രാങ്ക്ലിന് നിനക്ക് എപ്പോഴാ സൂപ്പർ പവേഴ്സ് കിട്ടിയ? എൻ്റെ കയ്യിൽ നേരത്തെ സൂപ്പർ പവേഴ്സൊക്കെ ഉണ്ടായിരുന്നടാ മോനെ. ഞാൻ ആരാണെന്ന് നിനക്ക് അറിഞ്ഞൂടാ കേട്ടാ. എടാ മര്യാദയ്ക്ക് നിനക്ക് ആ പൈസ അറിഞ്ഞാണ് കൊള്ളാനുള്ള, അല്ലെങ്കിൽ നിന്നെ ഇവിടെ ആയിട്ട് കൊല്ലടാ. അയ്യോ എന്നൊന്നും ചെയ്യല്ലേ, എൻ്റെ ശക്തിയൊക്കെ ഇപ്പോൾ പോയി, ഞാൻ നിനക്ക് ഫുൾ പൈസ തരാം. എന്നാൽ മര്യാദയ്ക്ക് താ. ഓക്കെ ഗായ്സ്, ഓക്കെ, അപ്പോൾ ഇത്രയുള്ള കേസ് എൻ്റെ ഇന്നത്തെ ഒരു വീഡിയോ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഓക്കെ, ഞാൻ അങ്ങനെ വീണ്ടും ഒരു കിടിലെ വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതാണ്. എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബ് എല്ലാം തന്നെ ചെയ്യുക, നമ്മളെല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാം സെറ്റാണ്. ഓക്കെ, അപ്പം പുതിയൊരു കിടിലെ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഗുഡ് ബൈ.